കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജേശ്വരി പറയാം, അല്ല മിത്ര ഈ വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ മകന്റെ ജീവിതം തകർന്നു പോയില്ലേ, അതിനെക്കുറിച്ച് ആരും എന്താ ചിന്തിക്കാത്തെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, അച്യുതേട്ടൻ വിളിക്കുക, ആ കിഷോറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറയാണ്. ഇത് കേട്ടെന്ന് നന്ദിത ചോദിച്ചു, അല്ല അത് വേണോന്ന് ചോദിക്കണം. അത് വേണം, അല്ലെങ്കിലും ഇത്ര ദിവസം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുന്ന ആരാ, നമ്മളെല്ലാരും നാണം കിട്ടുന്നില്ലേ. ഇനിയിപ്പൊ അതിന്റെ കാര്യമില്ല, നമുക്ക് ആരുടെ ഒരു സെന്റിമെന്റ്സിന്റെ കാര്യമില്ല എന്ന് പറയാം. പിന്നീട് അച്യുതൻ പറയാം, ശരിയാ, എന്താണെങ്കിലും കിഷോറിനെ വിളിച്ച് സംസാരിക്കാം, എന്ത് വേണമെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് കിഷോറിനെ വിളിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം ബാലനും കോമതിയും അവരെല്ലാരും കൂടി വീണയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദിന്റെയും ശാരികയുടെ വിവാഹകാര്യത്തെ കുറിച്ച്. പെട്ടെന്ന് ബാലൻ ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുമല്ലേ നിൽക്കും. അതെ, എന്ന് വേണം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് എന്നാണെങ്കിലും സമ്മതമാണെന്ന് പറയണം. എന്നാ ശരി, ഉടനെയുള്ള ഒരു മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ആ ചടങ്ങ് നടത്തിയേക്കാന്ന് പറയണം. അപ്പോഴാണ് കിഷോറിന്റെ ഫോൺ ബെല്ലടിച്ചേ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ കിഷോർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. അങ്ങനെ നോയിക്കഴിഞ്ഞപ്പത്തിന് അച്യുതനെ വിളിക്കുന്നത്. ആഹാ, എന്തൊക്കെയുണ്ട് അച്യുതൻ സാറെ വിശേഷങ്ങൾ ചോദിക്കാം. ഇവിടെ നല്ല വിശേഷങ്ങളൊക്കെ തന്നെ, അവിടെയോ? ഇവിടെ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്ന ചോദിക്കാം. അല്ല വളച്ചു കിട്ടില്ല, ഞാൻ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്കാന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് കിഷോർ ചോദിച്ചു, എന്താ അച്യുത സാറെ വിശേഷം, അല്ല എന്താ അച്യുത സാറെ കാര്യം. അല്ല അത് പിന്നെ ഉണ്ടല്ലോ, ഇന്ന് അവിടെ എന്തേലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എന്തേലും വിശേഷം ഇന്ന് ആ വീട്ടിലുണ്ടോന്ന് ചോദിക്കുക. എന്തേലും ചടങ്ങ് എന്തേലും? ആ ഉണ്ട്, ഇന്നെന്റെ മകളുടെ വിവാഹക്കാര്യം. അപ്പൊ അതിന്ന് വിവാഹാലോചന വന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോ അന്ന് ഉറപ്പിക്കുക. പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും തമ്മിലുള്ള വാക്കുറപ്പിക്കലാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു, ഓ കോമതിയുടെ വീട്ടിൽ നിന്നാണോ വന്നിരിക്കുന്നത് ചോദിക്കുക. അതെ, ബാലന്റെയും ഗോമതിയുടെയും വീട്ടിൽ നിന്നാ വന്നിരിക്കുന്നത്. അല്ല ഈ ബന്ധം എങ്ങനെയാ വന്നേ? അതെ, എന്റെ ഭാര്യ വീണയുടെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ, അപ്പൊ അവൾ ആ വീട്ടിലേക്കാ കല്യാണം കഴിച്ചു പോയിരിക്കുന്നത്, അങ്ങനെ വന്നിരിക്കുന്ന ബന്ധമാന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അല്ല ചെറുക്കനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞ്. അതെ, ഒരു കാര്യം ഒന്നുകൂടെ ശരിക്കും അന്വേഷിച്ചിട്ട് മതി വിവാഹമൊക്കെ. ചെറുക്കന്റെ അനിയൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിനെ ഈയിടെ, അതറിഞ്ഞു കാണുമോന്ന് അറിയത്തില്ല. പക്ഷേങ്കില് കുറെ സ്വർണം, 100-101 പോയിന്റ് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടാ പോന്നേന്ന് അറിഞ്ഞ്. അപ്പൊ ഒരു കള്ളന്റെ വീട്ടിലേക്ക് തന്നെ മോളെ പറഞ്ഞയക്കണം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പോരേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം കിഷോറിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അല്ല അച്യുതൻ എന്താ പറയണേ? ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാ, അവരോടൊന്ന് ചോദിച്ചു നോക്ക്, ഇളയമ്മന്റെ വിവാഹം കഴിഞ്ഞായിരുന്നോ, സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പറയുന്ന ഈ ആകാശിന്റെ മീനാക്ഷിയുടെ കല്യാണം കൂടെ എങ്ങനെയാ നടന്നതെന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് മതി ആലോചന എന്ന് പറയാം. എന്നാ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കെട്ടുകയാണ്. പിന്നീട് അയാളും കൂടെ വരുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, അല്ല നമുക്ക് എന്നത്തേക്ക് വിവാഹം നടത്താൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. പെട്ടെന്ന് വീണ ചോദിച്ചു, അതെന്താ ഇപ്പോഴങ്ങനെ ഒരു മനമാറ്റം, ഇത്ര സമയം നമ്മൾ തീരുമാനിച്ചു വെച്ച കാര്യമില്ലെന്ന് ചോദിക്കും. ബാലനും പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം എന്ന് പറയാം. അല്ല എനിക്കൊന്നുകൂടെ ആലോചിക്കാണ്ട്, ജാതകങ്ങൾ ഒന്നുകൂടെ നോക്കണമെന്ന് പറയും. ഗോമതി പറഞ്ഞു, ജാതകം നോക്കിയതാണല്ലോ, അതെല്ലാം നോക്കി പൊരുത്തമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നേന്ന് പറയാം. ഇത് കേട്ടൻ കിഷോർ പറഞ്ഞു, ആ ജോഡ്സിന് അത്ര ശരിയല്ലാന്ന് തോന്നേ, വേറെ ഒരാളുടെ കൊടുക്കണമെന്ന് പറയാം. പെട്ടെന്ന് വീണ പറഞ്ഞു, ഇതെന്താട്ടെ ഇങ്ങനെയൊക്കെ പറയണേ, നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തിയതല്ലേ, എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറഞ്ഞിട്ടല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദിക്കുക. അല്ല അത് പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറയാം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, എന്താ വീണേച്ചി ഇതൊക്കെ, വിളിച്ചു വരുത്തി അപമാനിക്കുകയാണെന്ന് ചോദിക്കുക. ഇല്ല മോളെ, അങ്ങനൊന്നും ഇല്ലാന്ന് പറയാം. ബാലൻ പെട്ടെന്ന് പറഞ്ഞു, ദേ കിഷോറെ ഒരു കാര്യം വളച്ചു കിട്ടില്ലാതെ അങ്ങോട്ട് പറയാം. ദേ ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ, എല്ലാ കാര്യങ്ങളും ഓക്കെയാന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഒരിക്കലും വരത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോ ആലോചിക്കാനില്ല, ഇനിയിപ്പോ എന്തിനാ ജാതകം നോക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് കിഷോർ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, ഒരു 3-4 മാസം കഴിയട്ടേന്ന് പറയണേ. 3-4 മാസം അതെന്താ? അല്ല പെട്ടെന്ന് നടത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയാം. ഇത് കേട്ടതും ബാലിനും ഗോമതിക്കോ ഏകദേശം കാര്യം മനസ്സിലായി. അവർക്കെന്തോ ഈ വിവാഹത്തിന് അത്ര താല്പര്യം ഇല്ലാത്ത പോലെ. പെട്ടെന്ന് ആനന്ദം കൂടി ചാടി എഴുന്നേറ്റു. ആനന്ദ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വിവാഹം വേണ്ടാന്ന്. മോനെ വേണ്ട അച്ഛാ, എന്തിനാ അച്ഛാ, വെറുതെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, എല്ലാം ആലോചിച്ച് എല്ലാം തീരുമാനിച്ച് അങ്ങനെയൊക്കെ ശേഷം വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഇവര് ഒന്നിനും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നേ, എന്നിട്ട് ഇപ്പൊ ഇവര് വന്നപ്പോ പറയുന്നോ ഇപ്പൊ വിവാഹം നടത്താൻ ഇവർക്ക് താല്പര്യമില്ലെന്ന്. എങ്കിൽ പിന്നെ ഇതിന്റെ കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയാം. ദേ അച്ഛൻ ഞാൻ ഇറങ്ങുവാന്ന് പറയണം. പെട്ടെന്ന് ആകാശം പറഞ്ഞു, വേണ്ട ആനന്ദേട്ടാ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ആരെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ വിവാഹം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആനന്ദ് അങ്ങോട്ട് സങ്കടത്തോടെ ഇറങ്ങി പോവാണ്.
ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ബാലനും ഗോമതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വീണേച്ചി പറഞ്ഞു, സോറി കേട്ടോ മീനാക്ഷി, അതെ എനിക്ക് അറിയത്തില്ല എന്ത് പറ്റിയെന്ന്, ഇത്ര സമയമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു, സോറി കേട്ടോ എന്ന് പറയണം. മീനാക്ഷി പറഞ്ഞേ, കുഴപ്പമില്ല, എന്നാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നറിയണമെന്നെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയോട് കൂടി വന്നിട്ട് അവസാനം ഒന്നുമില്ലാതെ ഇറങ്ങുന്ന ഒരവസ്ഥ. അത് മാത്രമല്ല ആനന്ദേന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീണേച്ചിട്ട് തുറന്നു പറഞ്ഞ എല്ലാവരും ചോദിക്കും, എന്നിട്ടാണോ പിന്നെ ഇപ്പോഴും ഇങ്ങനത്തെയൊക്കെ സംസാരം വന്നേന്ന് ചോദിക്കുക. ഈ സമയം കിഷോർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഇളയ മകനുണ്ടല്ലോ അവന്റെ വിവാഹം കഴിഞ്ഞോന്നൊക്കെ. അതൊക്കെ ചോദിച്ചു കേട്ടപ്പോ തന്നെ കോമതിക്കും ബാലിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആരോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ. പെട്ടെന്ന് ബാലനം കൊണ്ട് എഴുന്നേറ്റിട്ട് കിഷോറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്കൊന്ന് ആലോചിക്കായിരുന്നു, ഒന്നുകൂടെ ആലോചിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് വിവരം പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇവിടം വരെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊന്നുമല്ല കാരണം, മറ്റെന്തോ ഒരു കാരണമുണ്ട്. പക്ഷെ ഞങ്ങളെ മോനെപ്പോലെ നല്ല ചെറുക്കന് നിങ്ങളുടെ പെൺകുട്ടിനെ കിട്ടാൻ ഭാഗ്യമില്ലെന്ന് കൂട്ടി, അത്രേ ഉള്ളൂ. ഇനി നിങ്ങളുടെ പെൺകുട്ടിക്ക് ഏറ്റവും നല്ലൊരു വരനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി കൊടുക്കുക, അത് മാത്രം പറയാനുള്ളൂ. ഇത് ദേഷ്യപ്പെട്ട് പറയുന്നതല്ല കേട്ടോ, അല്ലാതെ സാധാരണ രീതിയിൽ തന്നെ പറയുന്നേ, ദേഷ്യമായിട്ട് കണക്കിലെടുക്കണ്ട. എന്റെ മോന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കളാം, അവന് നല്ലൊരു ബന്ധം കണ്ട് കിട്ടും, അധികം വൈകാതെ തന്നെ ഞങ്ങൾ ആ വിവാഹം നടത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ആ ഗോമതിയും പറഞ്ഞിട്ട് ഗോമതിനെ അവരെല്ലാം വിളിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആകാശിനും മീനാക്ഷിക്കും എല്ലാം ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് വീണേച്ച് വന്നിട്ട് മീനാക്ഷി എന്ന് പറഞ്ഞ് വിളിക്കുക. മീനാക്ഷി ഒന്ന് മൈൻഡ് ചെയ്യാതെ കൂടെ ഇറങ്ങിപ്പോന്നു. അങ്ങനെ പുറത്തെത്തി കഴിയുമ്പോ ആനന്ദിനെ കണ്ടില്ല. ആനന്ദ് ഇതവിടെ പോയി, എന്റെ മോൻ എനിക്ക് ഇപ്പൊ കാണണമെന്ന് തന്നെ ഗോമതി പറയാ. അവൻ ചിലപ്പോ കടയിലേക്ക് പോയി കാണും, അവൻ പോകുന്നു പറഞ്ഞില്ല, ജോലിക്ക് പോകുന്നു പറഞ്ഞല്ലോ, അവൻ പോയി കാണുമെന്ന് പറയാ. ബാലൻ പറഞ്ഞു, അതെ നിങ്ങൾ കയറിപ്പോക്കോ, ഞാനും ആകാശത്തോടെ കടയിലേക്ക് പോയിക്കോളാന്ന് പറയാണ്. വേണ്ട ബാലേട്ടാ, വീട്ടിൽ വന്ന പോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഒന്നും വേണ്ട, ഫുഡൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞില്ലേ. ആകാശം പറഞ്ഞു, എന്താ അച്ഛാ ഇങ്ങനെ, വാ വീട്ടിലേക്ക് വരാൻ പറയണം, നിനക്ക് വേണം നീ പോക്കോ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഗോമതിക്കും ആകാശിനും മീനാക്ഷിക്കും എല്ലാം മനസ്സിലായി അച്ഛനും വളരെയധികം സങ്കടമായെന്ന്. അതുകൊണ്ടാണ് അച്ഛനും ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് മീനാക്ഷിയും ഗോമതിയും ആകാശം കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ആരും മിത്രം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വന്നതേ ഗോമതി ചോദിച്ചു, എന്താ അമ്മേ കാര്യങ്ങള്, കല്യാണമൊക്കെ ഉറപ്പിച്ചോന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ഇല്ല മോനെ, കല്യാണം ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഈ വിവാഹബന്ധത്തിന് അവർക്ക് താല്പര്യം ഇല്ലാത്ത പോലെയാന്ന് പറയാ. മീനാക്ഷിയോട് ശരിയാ, ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ ആ ഫോൺ വന്നതിന് ശേഷമാ ആ കിഷോറങ്ങൾ ഇത്ര മാറ്റം ഉണ്ടായെന്ന് പറയാം. ആകാശ് പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മനുഷ്യനെ വെറുതെ വിളിച്ച് നാണം കെടുത്താനായിട്ട്. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അല്ല അവർക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താ കാണിച്ചവര്, അത് ഇതുപോലെയാണെന്നോ കാണിക്കേണ്ടിയിരുന്നേ, വെറുതെ നാണം കെടുത്താനായിട്ട്. എന്റെ കാര്യം പോട്ടെ, പാവ ആനന്ദേണ്ണ എത്ര വിഷമായി കാണുന്നറിയാവോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ പറയാൻ ഗോമതി അങ്ങോട്ട് മീനാക്ഷി എല്ലാരും അവരുടെ റൂമിലേക്ക് അങ്ങോട്ട് പോവാ. മിത്രയ്ക്കും ആനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ആര്യം നേരെ പോന്നേ ആനന്ദിനെ കാണാനായിട്ടാണ്. അങ്ങനെ ആരിന്റെ അടുത്തേക്ക് എത്തുവാണ്. എന്താടാ നീ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഏട്ടൻ തിരക്കായിരുന്നോ? ഇപ്പൊ ഇച്ചിരി തിരക്കുറവുണ്ടായിരുന്നു. നിനക്ക് എന്ത് പറ്റി? എനിക്ക് ഏട്ടനെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാ. എനിക്ക് മനസ്സിലായട മോനെ, ഞാൻ എന്തേലും കടുങ്കൈ ചെയ്യുമോ നിനക്ക് പേടി ഉണ്ടായിരുന്നില്ലേ? പേടിക്കൊന്നും വേണ്ട മോനെ, ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല. അതെ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വിവാഹം മുടങ്ങിയതിന്റെ പേര് കള്ളു കുടിച്ച് ഓടെ കിടക്കാനോ അല്ലെങ്കിൽ ആത്മഹത്യ ശ്രമം നടത്താനോ ഒന്നിനും എന്നെ കിട്ടത്തില്ല. കാരണം എന്റെ അച്ഛന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല. നിങ്ങൾ രണ്ട് അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞു, പക്ഷെ എന്റെ കല്യാണം ഇതിനാണ് നടന്നിട്ടില്ല. ഒരു പക്ഷെങ്കിൽ എനിക്കും പ്രണയിച്ചൊക്കെ കല്യാണം കഴിക്കായിരുന്നു ആദ്യം, ഞാനത് ചെയ്തില്ല. അച്ഛന് വേദനിക്കുള്ളൂ എന്ന് കരുതിയാൽ ഞാൻ ചെയ്യാറുണ്ടേ. ഇനിയും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അച്ഛന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിനെ തന്നെ ഞാൻ ഇനിയും വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയാ. ഈ സമയം ആര്യം പറഞ്ഞു, അതെ ആനന്ദേട്ടാ, ഞങ്ങള് ഒന്നും പറയണ്ട, എനിക്കറിയാം നിന്റെയൊക്കെ വിഷമം എന്താന്ന്. അച്ഛന്റെ മനസ്സൊന്ന് ഉരുകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇങ്ങോട്ട് പോരത്തില്ലായിരുന്നു. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ തലകുണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. നിനക്കറിയാലോ അച്ഛൻ ഈ പുറമെ കാണിക്കുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഉള്ളു ശുദ്ധനാ, ആള് പാവാ. ആര്യം പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാന്ന് പറയണ. അതെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട കേട്ടോ, നീ പോയിക്കോ, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തിയേക്കാം. പിന്നെ എന്റെ കല്യാണം അതൊക്കെ എങ്ങനെയങ്ങ് നിന്നോളും. മിക്കവാറും നിന്റെ കുട്ടികളെയൊക്കെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യമായിരിക്കും എനിക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ നിന്റെ കുട്ടികളെ കൊഞ്ചിച്ച് ഞാനിങ്ങനെ വലിയ മാമനായിട്ട് അവരുടെ ഇടയിൽ കഴിഞ്ഞോളാം, അല്ലാതെ എനിക്ക് കല്യാണം വേണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് പറയാം. ആകാശിൽ ആര്യം പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദേട്ടൻ ഒരു പെണ്ണിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു പറയാം. വേണ്ട മോനെ, ഇനിയിപ്പോ കല്യാണമൊന്നും എനിക്ക് വേണ്ട, അല്ലെങ്കിലും അതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ലെന്ന് പറയാം. ആര്യം പറഞ്ഞു, അതെ ഏട്ടനുള്ള പെൺകുട്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാം. അവളാ കാത്തിരിക്കട്ടെ, എന്നിട്ട് വേറെ ആരെയും കല്യാണം കഴിച്ച് പോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ, എനിക്കിനിയിപ്പോ വിവാഹമൊന്നും വേണ്ട എന്ന് പറയാം. എന്നാലും അങ്ങനെ പറയില്ലെന്ന് പറയാണ്. വേണ്ട മോനെ, നീ പോയിക്കോ,
എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് മീനാക്ഷി മുറിയിലേക്ക് എന്ന് കഴിയുമ്പോൾ ആകാശ് ആകെപ്പാടെ തീ പിടിച്ച അവസ്ഥയിൽ നടക്കുവാണ്. മീനാക്ഷിയെ കണ്ടതോ ആകാശ് പറഞ്ഞു, അവര് എന്തൊക്കെയാ പറഞ്ഞേ, ഒരു കുഴപ്പമില്ല വരാൻ പറഞ്ഞിട്ട് വിളിച്ച് കയറ്റിയിട്ട് അവസാനം പറയുന്നു 2-3 മാസം കഴിയട്ടെ, ആലോചിക്കട്ടെ, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറയാം. എന്ത് കാര്യം? അല്ല, ഒന്നുമില്ലാതെ അവരിങ്ങനെയൊന്നും കാണിക്കത്തില്ലോ. അത് ശരിയാന്ന് മീനാക്ഷി പറയാ. ഒരു പക്ഷെ കിഷോറങ്ങളുടെ ഫോണിലേക്ക് കോള് വന്നതിന് ശേഷം ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നല്ലേ തോന്നേ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛന്റെ വിഷമം വേദന അതിനേക്കൊല്ലുപരി ആനന്ദേട്ടൻ 100 തവണ ചോദിച്ചല്ലേ നിന്നോട് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഒരു കുഴപ്പമില്ല, എനിക്കറിയാവുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെല്ലാ സ്ത്രീയോടും മിണ്ടാൻ പോയേക്കല്ലോ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടത് മീനാക്ഷി അതെങ്ങനെ ശരിയാവും? മിണ്ടാതിരിക്കാൻ പറ്റുമോ ഒരു ഓഫീസിലോ? അതും എന്റെ സുപ്പീരിയർ ഓഫീസറാ അത്. അപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിനും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, എനിക്ക് സംസാരിക്കണം എന്ന് പറയാം. ഓഹോ, അപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വിലയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ആകാശാണ് ഇത് എന്ത് ഭാവിച്ചത്? ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നേ? കല്യാണം മുടങ്ങിയവർക്ക് ഇങ്ങനെയാണോ പറയുന്നേ? അതെ, വീണേച്ച് എത്ര തവണ മാപ്പ് പറഞ്ഞാ പിന്നെ എന്താ കുഴപ്പം? ഓഹോ, ഒരു മാപ്പിൽ ഒതുങ്ങുള്ള എല്ലാ കാര്യങ്ങളും. എന്റെ ആനന്ദേട്ടന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സും വേദനിക്കും, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും മനസ്സ് വേദനിക്കും. ആ നിനക്ക് അറിയാവോന്ന് ചോദിക്കുക. അതിനിപ്പോ ഇവിടെ കൂടുതലായിട്ട് സംഭവിച്ചില്ലോ, ഒരു കല്യാണം മുടങ്ങിയതല്ലേ ഉള്ളൂ. നിനക്ക് അതോ ഉള്ളായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ലെന്ന് പറയാ. നിനക്ക് അങ്ങനെയാണല്ലോ, വേറുള്ളവരുടെ ബുദ്ധിമുട്ടും ഇതൊന്നും നിനക്ക് മനസ്സിലാവണ്ട. ഈ കുടുംബത്തിന്റെ വിഷമം നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മീനാക്ഷി അങ്ങ് സങ്കടമായിപ്പോയി. ഓഹോ, അപ്പൊ കുടുംബത്തിലെ വിഷമങ്ങളൊന്നും എനിക്കറിയത്തില്ലല്ലേ? അപ്പൊ ഞാനാരാ? ഞാൻ വെറും അന്യയല്ലേന്ന് ചോദിക്കുക. അല്ല മീനാക്ഷി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇനി കൂടുതലൊന്നും ആകാശേട്ടൻ പറയണ്ട, എനിക്ക് മനസ്സിലായി എന്റെ സ്ഥാനം എന്താന്നുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് വെട്ടി തിരിഞ്ഞങ്ങോട്ട് പോവാണ്. ഈ സമയം ആകാശിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അറിയാതെ നാവിലും കൂടെ വീണുപോയ കാര്യമാണ്. പെട്ടെന്ന് മീനാക്ഷി പുറകെ പോയ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മീനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. ഞാൻ എന്തുകൊണ്ടാ പറഞ്ഞത് നിനക്കറിയാലോ. ദേ, എന്റെ ആനന്ദേട്ടൻ കിടന്ന് വിഷമിക്കുന്ന കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. എത്ര കല്യാണം ആയെന്നറിയാവോ? അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചേ എല്ലാം ഓക്കെ അല്ലേന്ന്. നീ അപ്പൊ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അതെ ആകാശേട്ടാ, ഒരാളുടെ മനസ്സിലേക്ക് പോയി ചൂട് നിർന്ന് നോക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ബന്ധത്തിന് മുതിരില്ലായിരുന്നു, ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നു. നല്ലൊരു ആലോചന ആണല്ലോ കരുതിയിട്ട് മാത്രം എങ്ങനെ ചെയ്തേന്ന് പറയാ. ഇതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആനന്ദ് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.